വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം ഒരു മാസം പിന്നിടുന്നു. ഈ ചൂടും മഴയും അല്ലേ, ഇതൊക്കെ അവരെ അനുഭവിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായി. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും അനുകൂല തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിൽ സമരം ശക്തമാക്കാനാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. മാർച്ച് 17-ാം തീയതി ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. മാർച്ച് 13-ന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സമരപ്പൊങ്കാലയും ഉണ്ടാവും. അരുൺ സോളമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, വെരി ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്തൊക്കെ താപനില ഉയർന്നു തന്നെ നിൽക്കുന്നു. 10 മണിക്ക് ശേഷം പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നൊരു ജാഗ്രതാ മുന്നറിയിപ്പുള്ളതൊക്കെ ശ്രദ്ധിക്കുക. പക്ഷേ ആ ജാഗ്രതാ മുന്നറിയിപ്പ് നമ്മുടെ ആശാവർക്കർമാർക്ക് എങ്ങനെ കൊടുക്കും? അവരിപ്പോഴും ആ വെയിൽ തിരികെയല്ലേ? ഗുഡ് മോർണിംഗ് അരുൺ. കഴിഞ്ഞ ഒരു മാസമായി ആശാപ്രവർത്തകർ സെക്രട്ടറി പുറത്ത് നോർത്ത് തന്നെ പുറത്ത് അവർ ഈ സമരപ്പന്തലിലാണ്. ഇവിടുത്തെ വെയിൽ ഭൂരിഭാഗവും വെയിൽ തന്നെയായിരുന്നു. ഒരു ദിവസമാണ് ആകെ ഒരു മഴ പെയ്തത്. ആ മഴ പെയ്ത ദിവസം അവർ ഈ മഴ നനഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുട കൊണ്ടു കൊടുത്തപ്പോൾ അതും വിവാദമാക്കാനായിരുന്നു CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള KN ഗോപിനാഥ് ശ്രമിച്ചത്. അതിനെതിരെയൊക്കെ ഇപ്പോൾ ആശാപ്രവർത്തകർ നോട്ടീസ് കൂടി അയച്ചിരിക്കുകയാണ്. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നോട്ടീസ് അയച്ചത്. അല്ലാത്ത പക്ഷം ക്ഷമ പറയണം, അല്ലെങ്കിൽ അത് പരസ്യമായിട്ട് ആ പ്രസ്താവന പിൻവലിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ ഒരു മാസം പിന്നിടുമ്പോൾ സമരം കുറച്ചുകൂടി കടുപ്പിക്കാനായിട്ടാണ് ആശാപ്രവർത്തകർ നീക്കമിടുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ ഒരു മാസം സെക്രട്ടേറിയറ്റിൻ്റെ ഈ പുറത്ത് വളരെ ശാന്തമായിട്ട് അവർ ഈ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടികളോ അവരുമായിട്ടൊരു അനുകൂലമായിട്ടുള്ള ഒരു ചർച്ചകളോ ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഇവരുടെ സമരത്തെ അടിച്ചമർത്താനായിട്ടാണ് CITU അടക്കമുള്ള നേതാക്കൾ ശ്രമിച്ചതും ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആശാപ്രവർത്തകരെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന പ്രസ്താവനകളാണ് CPM-ൻ്റെയും അതുപോലെ തന്നെ CITU-വിൻ്റെയും പല നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ നിയമം ലംഘിക്കാൻ കൂടി ഉള്ളതാണ് എന്നുള്ള ആ ഒരു അത്തരത്തിലുള്ള ഒരു പ്രമേയത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോൾ ആശാപ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നു. വരുന്ന മാർച്ച് മാസം ഈ 17-ാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് എക്കാലവും കണ്ടതിൽ നിന്നും വിഭിന്നമായിട്ട് ഈ സമരത്തെ കുറച്ചുകൂടി ശക്തപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമരത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് നമുക്കൊപ്പമുണ്ട്. ചേച്ചി, എങ്ങനെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് സമരവുമായി മുന്നോട്ട് പോകുന്നത്? ഒരു മാസം ഇന്നിപ്പോൾ പിന്നിടുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു മാസം പൂർത്തിയാവുകയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ട് യാതൊരു നടപടി ഉണ്ടാകുന്നില്ല. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് വളരെ മിനിമമാണ്. 232 രൂപയിൽ നിന്ന് അത് 700 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. അത് ഇടതുമുന്നണി അധികാരത്തിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പ്രകടന പത്രികയിൽ പറഞ്ഞ തുക തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് 1 രൂപ പോലും ഞങ്ങൾ അധികമായി അനാവശ്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഏറ്റവും മിനിമം. അപ്പോൾ അത് വാങ്ങിയിട്ടേ പോകാൻ പറ്റുള്ളൂ. പ്രധാനമായും ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു. ഈ സിക്കിമിൽ ഓണറേറിയം സംബന്ധിച്ചുള്ള കണക്കുകൾ നിയമസഭയിൽ തെറ്റായിട്ട് വിവരങ്ങൾ നൽകിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നിപ്പോൾ സഭ നടക്കുകയാണ്. പ്രതിപക്ഷം അവകാശ ലംഘന നോട്ടീസ് അടക്കമുള്ളവ നൽകാനായിട്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നീക്കം. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലടക്കം കോൺഗ്രസിലെ MP-മാർ ഇത് ഉന്നയിച്ചിട്ടുണ്ട്. ദേശീയതലത്തിൽ തന്നെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് CPM-ൻ്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളൊക്കെ ഈ ഓണറേറിയം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താതെ തെറ്റായ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്? അവരെന്തുകൊണ്ടാണത് അങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത് ഇപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ആ സിക്കിമിൻ്റെ ഡോക്യുമെൻ്റ് എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്താണ് വീഴ്ച വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മന്ത്രി പറയുന്നതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥരത് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും നിയമസഭയിൽ അത്തരം വിഷയങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഞങ്ങൾ വീണ്ടും അത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. സിക്കിമിൽ 10,000 രൂപ തന്നെയാണ് ഓണറേറിയം കൊടുക്കുന്നത്. മറ്റ് അലവൻസും കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല അതെല്ലാം വളരെ ടൈം ബൗണ്ടായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഇവിടുത്തെ പോലെ ഇങ്ങനെ 4-5 മാസം കൂടുമ്പം കുടിശ്ശികയായിട്ടല്ല കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വേണം. ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയേണ്ടുന്നൊരു കാര്യമില്ല. കാരണം അതെല്ലാം അത്തരം അവകാശങ്ങളും വാദങ്ങളും എല്ലാം പൊളിഞ്ഞു കഴിഞ്ഞു. അതിനൊന്നും നിലനിൽപ്പില്ല. അതൊക്കെ കടന്ന് കാര്യങ്ങൾ പുതിയൊരു മാനത്തിലേക്ക് കൈവന്നിരിക്കുകയാണ്. ഇന്നലെ പാർലമെൻറ്റിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതോടുകൂടി രാജ്യത്താകമാനമുള്ള ആശാ വർക്കേഴ്സിൻ്റെയും അംഗൻവാടി അല്ലെങ്കിൽ സ്കീം വർക്കേഴ്സിൻ്റെ ഒരു പൊതുവിഷയമായി മാറി. 1 കോടി ആളുകളാണ് ഈ സ്കീം വർക്കേഴ്സ് ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട് സ്കീം വർക്കേഴ്സിൽ വർക്ക് ചെയ്യുന്നത്. ഈ 1 കോടി ആളുകളും ചൂടിൽ കൂടിയാണ്. ആറ്റുകാൽ പൊങ്കാലയാണ് ഒരു ദിവസം കൂടി പിന്നിട്ടാൽ. അപ്പോൾ സമര പൊങ്കാല എന്ന രീതിയിൽ പൊങ്കാല കൂടി ഇടാനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടോ? അതെ, ഞങ്ങളിവിടെ ഈ സമരത്തിന് വരുന്ന ആശാ വർക്കർമാർ പൊങ്കാല ഇടുന്നവരാണ്.
അവർക്ക് അതേ ദിവസം അവരുടെ പൊങ്കാലയിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും രാജ്യം മുഴുവനുള്ളൊരു പ്രക്ഷോഭമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് രാജ്യത്ത് മുഴുവനും ശ്രദ്ധിക്കപ്പെട്ട ഒരു സമരമായിട്ട് ആശാപ്രവർത്തകരുടെ സമരം മാറുന്നു എന്നുള്ളത് രാവിലെ തന്നെയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഈ സാധാരണ പന്തലിൽ ഈ രാവിലെ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരൊക്കെ പ്രഭാത കൃത്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? വലിയൊരു ആൾക്കൂട്ടം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ആശാവർക്കർമാരുടെ സാന്നിധ്യത്തിൽ കുറവുണ്ടാവുന്നുണ്ടോ ഈ സമരപ്പന്തലിൽ നോക്കുമ്പോൾ? എനിക്ക് തോന്നുന്നു ഇനി ഈ ചൂട് കൂടുന്നതുമൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ അനിശ്ചിതകാലം തുടർന്നു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ? ഒരിക്കലുമില്ല അരുൺ. സാധാരണഗതിയിൽ പ്രഭാതങ്ങളിൽ നമ്മൾ വരുമ്പോഴും നമുക്ക് ഈ സമരപ്പന്തലിനപ്പുറം ഇവിടെ രാത്രിയിൽ ആയാലും ഉറങ്ങുന്ന ഒരുപാട് പേര് സമരപ്പന്തലിൽ തന്നെയുണ്ട്. ഇവരിപ്പോൾ പ്രഭാത കൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഹോട്ടലുകളിലും അതുപോലെ തന്നെ മറ്റ് റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയകളിലാണ് സാധാരണഗതിയിൽ രാവിലെ ഇവിടെ പോകുക. ഇപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോൾ കണ്ട ആൾക്കാരല്ല, ഇപ്പോൾ കുറച്ച് പേര് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. പകരം മറ്റ് പ്രധാനപ്പെട്ട ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ഇനി കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ സാധാരണഗതിയിൽ കാണുന്ന ആൾക്കാർ ഇവിടെ നമുക്ക് എത്തും. മാത്രമല്ല ആശാപ്രവർത്തകർക്കപ്പുറം മറ്റ് സംഘടനകളുള്ളവർ, മറ്റ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ പിന്തുണയുമായിട്ട് ഈ സമരരംഗത്തേക്ക് എത്തുന്ന കാഴ്ചകളാണ് ദിനംപ്രതി കാണുന്നത്. ഈ സമരത്തെ ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. അത് തന്നെ സർക്കാർ ആ തരത്തിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ പലപ്പോഴും CITയുടെ ഭാഗത്തു നിന്നൊക്കെ കണ്ട അടിച്ചമർത്തലുകൾ നമ്മൾ കണ്ടതും അതുകൊണ്ട് തന്നെയാണ് സമരം ആ തരത്തിൽ. അരുൺ സോൾമൻ പറയുന്നത് പോലെ ആശാവർക്കർമാർ തുടർച്ചയായി അല്ലേ ഒരു മാസം അവർ ഈ ചൂടത്തും മഴയത്തും ഇരുന്ന് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. അവരുടെ ദുഃഖങ്ങൾ, അവരുടെ ആശങ്കകൾ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുത്.